ഹായ് പ്രിയപ്പെട്ടവരെ, തൊണ്ടി മുതൽ തിരുമറി അഥവാ ജെട്ടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരിൽ താരമായി ഉയർന്നിരിക്കുന്ന ആളാണ് അനിൽ എമ്മാനുവൽ. ആ കേസിൽ പുതുതായി പല വകുപ്പുകളും ചേർത്ത് ആ കേസ് വിജയിപ്പിച്ചെടുത്തതിന്റെ മഹത്വമൊക്കെ സ്വീകരിച്ച് തിളങ്ങി നിൽക്കുന്ന അനിലിന് എതിരായി പല ചിന്തകളും ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. മാധ്യമധർമ്മമല്ല, മാധ്യമ ക്ഷുദ്രപ്രവർത്തനമാണ് അനിൽ നടത്തിയതെന്ന് തെളിയിക്കാവുന്ന പോയിന്റുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ആന്റണി രാജുവിനെ വെള്ളപൂശാനല്ല, ആന്റണി രാജു തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ തെറ്റുകാരെ, ഈ കൃത്രിമം നടത്തിയ യഥാർത്ഥ തെറ്റുകാരെ വളരെയേറെ ബന്ധപ്പെട്ട് മനഃപൂർവ്വം അനിൽ മറച്ചു വെച്ചു എന്നുള്ളത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാദം ഇവര് പ്രതിഭാഗം രണ്ടാം പ്രതിയുടെ അഭിഭാഷകൻ സുപ്രീം കേസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയപ്പോൾ സുപ്രീം കോടതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെയും പലപ്പോഴായി സൂചന നൽകി പോകുന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രതി സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല, അയാളുടെ സീനിയർ ആയിരുന്ന സെലിൻ വിൽഫ്രഡ് ചെയ്യിച്ചതാണ് എന്നുള്ളത്. അത് പുറത്തുനിന്നും പലരും അഭിഭാഷകരടക്കമുള്ളവരൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അതിന് എത്ര സാധ്യതയുണ്ടെന്ന് ഈ കാലത്ത് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. സത്യവതാണ്. കാര്യം ശ്രീമതി സെലിൻ വിൽഫ്രഡ് അറിയാതെ ഇദ്ദേഹം തനിയെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സെലിൻ വിൽഫ്രഡിനെ പോലെ ഒരു വളരെ ബോൾഡായ ഒരു സീനിയറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ അവർ പറയാതെ ഇത് ചെയ്യാനുള്ള സാധ്യത തുലവും കുറവാണ്. ആർജവമുള്ള ഒരു പോലീസ് ഓഫീസറായി കെ ജയമോഹനെ പലരും വാഴ്ത്തുന്നുണ്ട്. ഈ കെ ജയമോഹൻ ആർക്കോ വേണ്ടി ഒളിപ്പിച്ചു വെച്ച യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവരൊക്കെ ഇപ്പോൾ താരമായി രംഗത്ത് വരുമ്പോൾ ഇവരുടെയൊക്കെ നിഗൂഢ അജണ്ടകൾ കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവര് കാര്യം പോലീസിന് വേണ്ടിയും പല കേസുകളും നടത്തിയിട്ട് ഒഫീഷ്യലായിട്ടും ഒക്കെ നടത്തിയിട്ടുള്ള പോലീസിന്റെ ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് ഓഫീസേഴ്സിന് വേണ്ടി ഹാജരായിട്ടുള്ള ഒക്കെ അങ്ങനെയൊക്കെ അടുത്ത് പെരുമാറിയിരുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അവരെ ഒഴിവാക്കി കൊടുത്തതാണ് എന്നാണ് പണ്ട് മുതലേ ആളുകൾ സംസാരിക്കുന്നത്. സെലിൻ വിൽഫ്രഡിനെ കുറിച്ച് അത്രയും സീനിയറായിട്ട് അത്രയും പ്രായമുള്ള ഒരു ലേഡിയെക്കുറിച്ച് എനിക്ക് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ അവർക്കെതിരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ പ്രായം, അവരുടെ സർവീസ്, അവർക്ക് എത്രയോ വർഷത്തെ കോർട്ടിലെ സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഡെഫിനറ്റായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റിൽ സംശയമുണ്ട്. ഈ കേസിൽ തെറ്റ് ചെയ്തവരൊന്നും ന്യായീകരിക്കാതെ തന്നെ ഇവരൊക്കെ നിഗൂഢമായി ഒളിപ്പിച്ച രഹസ്യങ്ങൾ നമുക്കൊന്ന് വെളിച്ചത്ത് കൊണ്ടൊന്ന് ചർച്ച ചെയ്യണം. വിദേശ പൗരന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയ കേസ് ആദ്യം വിചാരണ ചെയ്യുന്ന ട്രയൽ കോടതിയിൽ ഹൈക്കോടതിയിലെ പ്രമുഖനായ ക്രിമിനൽ വക്കീലും തലസ്ഥാന നഗരിയിലെ പ്രമുഖയായ സെലിൻ വിൽഫ്രഡുമാണ് കേസ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി പ്രതിയെ രക്ഷിച്ചു വിട്ടത് ഈ രണ്ട് പ്രമുഖ വക്കീലന്മാരുമാണെന്ന് അറിയാവുന്നവരാണ് ജയമോഹനും അനിലും. ആദ്യഘട്ടത്തിൽ തന്നെ ട്രയൽ കോടതിയിൽ ഹൈക്കോടതി വക്കീലും സെലിൻ വിൽഫ്രഡും വാദിച്ചതാണ് ഷെഡ്ഡി ചെറുതാണ്, അയാൾക്ക് ചേരില്ല എന്നത്. അപ്പോൾ ആര് അത് നടത്തി? ആദ്യ വിചാരണയിൽ കെ ജയമോഹൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്താരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് നേരിട്ട് ഹൈക്കോടതി ക്രിമിനൽ വക്കീൽ ചോദിച്ചു, ഈ അടിവസ്ത്രം അയാൾക്ക് പാകമാകില്ല എന്ന് വാദിച്ചാൽ നിങ്ങൾ എന്തു പറയുമെന്ന് ചോദിച്ചു. തീർച്ചയായും പാകമാകും, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ പരീക്ഷിച്ച് നോക്കാൻ മുതിർന്നില്ല. അതൊരു തന്ത്രമായിരുന്നു. അപ്പോൾ ആരിത് നടത്തി? അപ്പോൾ ആന്റണി രാജുവാണ് കേസ് ബാധിച്ചത്. സെലിൻ വിൽഫ്രഡ് വക്കീലിന്റെ ജൂനിയർ എന്ന നിലയിൽ കേസ് ഫയലുകളൊക്കെ എടുത്തു കൊടുക്കുക, കോടതിയിൽ ആബ്സെന്റ് ഉള്ളപ്പോൾ ആബ്സെന്റ് പറയാനും മാത്രം പോകാൻ കഴിയുന്ന, ഒരു കേസും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനല്ലാത്ത, ഈ കേസിന്റെ വിജയത്തിലോ പരാജയത്തിലോ ഒരു റോളും ഇല്ലാത്ത, ഈ മയക്കുമരുന്ന് കേസിലെ പ്രതിക്ക് വേണ്ടി ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായിട്ടില്ലാത്ത ഈ ആന്റണി രാജുവിനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് പ്രധാന വക്കീലന്മാരെ ഒഴിവാക്കുന്നതിന് പിന്നിലുള്ള നിഗൂഢ അജണ്ട തിരിച്ചറിയണം. മറ്റൊരു കാര്യമാണ്, വെട്ടിക്കുറച്ച് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ ഷെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രതിയുടെ ബിലോങ്ങിങ്സ് ഈ കൃത്രിമം കാണിക്കാനുള്ള ദുരുദ്ദേശത്തോടു കൂടി കോടതിയിൽ നിന്ന് വാങ്ങാൻ ഒപ്പിട്ട് അപേക്ഷ കൊടുത്തത് സെലിൻ വിൽഫ്രഡ്. അപ്പോൾ ദുരുദ്ദേശപൂർവ്വം സെലിൻ വിൽഫ്രഡ് ഹൈക്കോടതി വക്കീലും ചെയ്ത പണിയല്ലേ ഇത്? പിന്നീട് പിടിക്കപ്പെടുമെന്നായാൽ തങ്ങൾ പിടിക്കപ്പെടാതെ ജൂനിയർ വക്കീൽമാർ പിടിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അത് കൈപ്പറ്റിയ സമയത്ത് ഒപ്പിടാൻ ആന്റണി രാജുവിനെ ചുമതലപ്പെടുത്തി. കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്ന പല കേസുകളിലും ജൂനിയർ വക്കീലന്മാരെയാണ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് മാന്തിക്കുക എന്നൊക്കെ പറയാറുള്ള പോലെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. കൃത്രിമത്വം ചെയ്യാൻ വേണ്ടി നടന്ന ഈ സീനിയർ വക്കീലന്മാരുടെ ഗൂഢാലോചനയിലെ ഇരയാണ് അന്ന് മറ്റൊരു വക്കീലിന് വേണ്ടി ഒപ്പിട്ടുപോയി എന്ന ഗതികേട് പറ്റി ആ കുറ്റകൃത്യത്തിലെ ഇരയാണ് ആന്റണി രാജു എന്ന് വ്യക്തമാകുന്നതല്ലേ ഇവർക്ക്? അനിലിന്റെ ചാനലിൽ ജയമോഹൻ സാറ് തന്നെ ഏത് വക്കീലാണ് വാദിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ട്രയലിന് ശ്രീ കുഞ്ഞിരാമേനോൻ സാർ പോലും ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അന്ന് കേസ് നടത്തുകയും പ്രതിയെ വിജയിപ്പിക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത രണ്ട് മഹാവക്കീലന്മാരുടെ കുറ്റകൃത്യം മറച്ചു വെച്ചുകൊണ്ട് അന്നത്തെ ഇരയെ മാത്രം വേട്ടയാടുന്നതിന്റെ നിഗൂഢ ലക്ഷ്യം വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുകളും വാദങ്ങളും ഉയർത്തി
ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഭാഗങ്ങൾ കൂടി കാണുക. അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ആന്റണി രാജു ചെയ്ത തെറ്റിന്റെ ഗൗരവം ഒട്ടും ഞാൻ കുറച്ച് കാണുന്നില്ല. ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച ആളാകുന്നവർ അദ്ദേഹത്തെക്കാൾ ഗുരുതരമായി തെറ്റ് ചെയ്തവരെ വെളിച്ചത്ത് കൊണ്ടുവരാതെ ഒളിച്ചു വെക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ആന്റണി രാജുവിനെ വെളുപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ന്യായീകരിക്കാനോ അദ്ദേഹത്തെ വെളുപ്പിക്കാനോ ഞാൻ മുതിരുന്നില്ല. പ്രമുഖ ചാനലുകാരും കോടതിയും ഭരണകൂടവും മറച്ചു വെക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ തുറന്നു കാണിക്കാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം. ഞാൻ അതിൻ്റെ വിധിന്യായം വളരെ കാര്യമായി പഠിച്ചു. അപ്പോഴാണ് നിങ്ങൾ ഈ തമ്പനിയിൽ കണ്ടതുപോലെയുള്ള ഒരു സംശയം, ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ആരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി? അങ്ങനെ ക്രിമിനൽ അഭിഭാഷകൻ സെഷൻസ് കോടതിയിൽ ഈ കേസ് വാദിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹനെ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്നു. അന്ന് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന കുഞ്ഞിരാമ മേനോനും അദ്ദേഹത്തോടൊപ്പം ഈ സലീം വിൽഫ്രഡും ആയിരുന്നു. ഈ കെ ജയമോഹൻ സാറിനെ ക്രോസ് വിസ്താരം ചെയ്യുന്ന വേളയിൽ ഈ കുഞ്ഞിരാമ മേനോൻ ചോദിച്ചു, നിങ്ങളുടെ ഈ തൊണ്ടി മുതലായ ജട്ടി അഥവാ ഈ പ്രതിയുടെ ശരീരത്തിൽ ഇട്ടാൽ അത് അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യോജിക്കുന്നതായിരിക്കും, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ഹൈക്കോടതിയിലെ പ്രശസ്തനായ സീനിയർ ക്രിമിനൽ അഭിഭാഷകൻ ഈ സെഷൻസ് കോടതിയിൽ കേസ് നടത്തുമ്പോൾ കേസിന്റെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നതും അവിടുത്തെ പ്രമുഖ വക്കീൽ തന്നെ സെലിൻ വിൽഫ്രഡ്. സ്വന്തമായി കേസ് നടത്താൻ പ്രാപ്തിയാകാത്ത 3-4 കൊച്ചു വക്കീലന്മാര്, ജൂനിയേഴ്സ്. ഈ സെലിൻ വിൽഫ്രഡും ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ കുഞ്ഞിരാമ മേനോനും ഗൂഢാലോചനയിൽ മെനഞ്ഞെടുത്ത കുതന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഭാവിയിൽ പിടിക്കപ്പെട്ടാലും തങ്ങളെ ബാധിക്കാതിരിക്കാൻ പറക്കമുറ്റാറാകാത്ത ഈ വക്കീൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പല കടലാസുകളിലും ഒപ്പിടുവിക്കുന്നു. സെഷൻസ് കോടതി ശിക്ഷ വിധിച്ച് പ്രതിയെ ജയിലിലടച്ച ശേഷം ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ മാത്രമല്ല ഈ ഷെഡ് വിഷയം ഉയർത്തിയത്, അതിനു മുൻപേ സെഷൻസ് കോടതിയിൽ ഉയർത്തിയിരുന്നു. വിദേശ പൗരന്റെ ബനിയനും തൊപ്പിയും അടക്കമുള്ള വസ്ത്രങ്ങള്, ബിലോങ്ങിങ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ആരാണ് അപേക്ഷ കൊടുത്തത്? സെലിൻ വിൽഫ്രഡ്. അത് കൈപ്പറ്റിയപ്പോൾ ഒപ്പിടാൻ നിയോഗിച്ചത് ആ വക്കീൽ കുഞ്ഞുങ്ങളിൽ ഒരാളായ ആന്റണി രാജുവിനെയാണ്. അപ്പോൾ ഈ സെലിം വിൽഫ്രഡ് വളരെ ഘോരഘോരം ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം വന്നു. എൻ്റെ മുമ്പിലും ഇവർ വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകളിൽ സെലിൻ വിൽഫ്രഡ് എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെലിൻ വിൽഫ്രഡിൻ്റെ ഒരു ജൂനിയറായിട്ട് പുറകെ വന്നിരിക്കുന്ന ആയിരുന്നു ഈ ആന്റണി രാജു. ആന്റണി രാജു എൻ്റെ മുമ്പിൽ ഒരു കേസ് പോലും നടത്തിയിട്ടില്ല. ഈ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ എന്നുള്ളതല്ലാതെ കേസ് നടത്താറില്ലായിരുന്നു. ഇപ്പോൾ കേസ് വന്നപ്പോൾ ഹൈക്കോടതി വക്കീലും പ്രതിയല്ല, സെലിൻ വിൽഫ്രഡും പ്രതിയല്ല. കേസ് നടത്താൻ ഉത്തരവാദിത്തമുള്ള വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയ സീനിയർ വക്കീലിന് കുറ്റമില്ലാതിരിക്കെ എങ്ങനെ ഒരു ജൂനിയർ വക്കീൽ ശിക്ഷിക്കപ്പെടും? ഒരു മുൻമന്ത്രിയാണ് ഈ പണി ചെയ്തത് എന്ന് പറയുന്നവർക്ക് വിവരമില്ലേ? മുൻമന്ത്രിയല്ല, ഒരു കേസ് ഒറ്റയ്ക്ക് നടത്താൻ പോലും പ്രാപ്തിയാകാത്ത വക്കീൽ കുഞ്ഞാണ്. അങ്ങനെയുള്ള ഒരു വക്കീൽ കുഞ്ഞിനെ ഹൈക്കോടതിയിലെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനും സെലിൻ വിൽഫ്രഡും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ജൂനിയർ വക്കീലിനെ കരുവാക്കി ഒപ്പിടിവിച്ചതാണ് കോടതിയിൽ. ഒപ്പിടിവിച്ചതാണെന്ന് പറയുമ്പോൾ വക്കാലത്ത് ഒപ്പിടിവിച്ചതല്ല. ഈ കേസിന് വേണ്ടി ഒരു ദിവസം പോലും സെഷൻസ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ ആന്റണി രാജു ഹാജരായിട്ടില്ല. അപ്പോൾ സീനിയർ വക്കീൽ പ്രതിയാകാതെ എങ്ങനെ ഒരു ജൂനിയർ വക്കീൽ പ്രതിയാകും? ഉത്തരം പറയണം. ഞാൻ നിയമപരമായി ഒന്നും പഠിച്ചവനല്ല, പക്ഷെ അനേക വർഷങ്ങളായി നിരവധി കേസുകളിലെ വിധിയും വാദങ്ങളും ഒക്കെ വായിച്ചും വിശകലനം ചെയ്തും ലഭ്യമായ ഒരു സാമാന്യ ബോധമുണ്ടാവില്ല നമുക്ക്. ഇതിനപ്പുറം മറ്റൊന്നും കൂടി ചിന്തിക്കാം. ഈ ഹൈക്കോടതിയിലെ കുഞ്ഞിരാമ മേനോനും സെലിൻ വിൽഫ്രഡും പ്രതിക്ക് വേണ്ടി വാദിച്ചെങ്കിലും പ്രതി ശിക്ഷിക്കപ്പെട്ടിരിക്കെ ആ പ്രതിയെ വളഞ്ഞ വഴിയിലൂടെ കൃത്രിമം കാണിച്ച് രക്ഷപ്പെടുത്താൻ കുഞ്ഞിരാമ മേനോനും സെലിൻ വിൽഫ്രഡും അറിയാതെ ഈ കൊച്ചുപയ്യൻ വക്കീല് കക്ഷിയുടെ കാശ് മേടിച്ച് കോടതി മുറിയിലെ തൊണ്ടി സാധനം എടുത്ത് കൃത്രിമം കാണിച്ച് വെച്ചതാണോ? അങ്ങനെ ആർക്ക് ആരോപിക്കാൻ കഴിയും? അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണ് ഹൈക്കോടതി വക്കീൽ തന്നെ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ ഷെഡിക്കാര്യം പരാമർശിച്ചത്. അപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്വം? ആ നിലയ്ക്ക് യഥാർത്ഥ പ്രതികൾ ഈ സീനിയർ വക്കീലന്മാർ രണ്ടുമാണെന്ന് വ്യക്തമല്ലേ? ഇതെന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? അന്നത്തെ ഹൈക്കോടതി വക്കീൽ മരിച്ചുപോയി, ഇനി പ്രതിയായിട്ട് കാര്യമില്ല എന്ന് പറയാം. ഒരു കുറ്റവാളി മരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശി പോലും കുറ്റവാളിയാകുന്നില്ല, പ്രതിസ്ഥാനത്ത് വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണോ അദ്ദേഹം ചെയ്ത തെറ്റിന് ഒരു ജൂനിയർ വക്കീൽ പ്രതിസ്ഥാനത്ത് വരിക? പ്രതിയുടെ ബിലോങ്ങിങ്സ് കൈപ്പറ്റി എന്നതിന് വക്കാലത്ത് ഏറ്റെടുത്ത വക്കീലിന് വേണ്ടിയിട്ട് ഒരു ജൂനിയർ വക്കീലോ ക്ലർക്കോ ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്താൽ മതി. അതിന്റെ ഉത്തരവാദിത്വം ആ വക്കാലത്ത് ഏറ്റെടുത്ത സെലിൻ വിൽഫ്രഡിനാണ്. അത് തിരിച്ചറിയാനുള്ള ബോധം കോടതികൾക്കില്ലേ? പിന്നീട് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്തപ്പോൾ ഈ ജഡ്ജി ചെറുതാണ്, ഇദ്ദേഹത്തിന്റെ അല്ല എന്ന് പറഞ്ഞ് കേസ് വാദിച്ചത് ആന്റണി രാജു ആണോ? അദ്ദേഹം ആ പരിസരത്ത് പോയിട്ടില്ല.
അപ്പോൾ അദ്ദേഹത്തെ മാത്രം എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അപ്പോൾ ഈ സീനിയർ വക്കീലന്മാർ ചെയ്ത ഗൗരവമേറിയ തെറ്റിൽ ഇദ്ദേഹത്തെ പെടുത്താൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഇദ്ദേഹം ആ വക്കീലന്മാരുടെ കുറ്റകൃത്യത്തിലെ ഇരയായിരുന്നു. മുൻ മന്ത്രി ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഗൗരവം കൂടുക. ഇങ്ങനെ ക്രൂരമായ ഉദ്ദേശത്തോടു കൂടി ഒരാളെ വേട്ടയാടുന്നവർ യഥാർത്ഥ പ്രതികളെ മറച്ചു വെക്കുന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ മറ്റൊരു അധ്യായമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഹൈക്കോടതിയിൽ ഈ കേസ് വിധി പറഞ്ഞ ജഡ്ജി ഈ തൊണ്ടിമുതലിൽ കൃത്രിമം നടന്നിട്ടുണ്ട്, പോലീസ് തന്നെ ഇതിനിടയിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്, പ്രതിയെ വെറുതെ വിടുന്നുവെങ്കിലും ഇതിന് പിന്നിൽ നടന്ന കൃത്രിമങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നു. അതനുസരിച്ച് ഹൈക്കോടതി വിജിലൻസ് സെൽ അന്വേഷിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് സെൽ അന്വേഷിച്ച ആ കേസിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ പറയുന്നുണ്ട് സെലിൻ വിൽഫ്രഡും 2 കോടതി ജീവനക്കാരുമാണ് പ്രതികളെന്ന്. കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ ആന്റണി രാജു സ്വാധീനിച്ചു എന്നാണോ പറയുന്നത്? അന്ന് ആരാണ്? ഒറ്റയ്ക്കൊരു കേസ് നടത്താൻ പോലും പ്രാപ്തനാകാത്ത, രാഷ്ട്രീയ നേതാവായിട്ടില്ലാത്ത, ഐക്കഫിന്റെ രൂപതാ നേതാവും കേരള കോൺഗ്രസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറോ ജില്ലാ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ചെറിയ സ്ഥാനത്തുള്ള ആ കൊച്ചു പയ്യൻ ഈ ഹൈക്കോടതിയുടെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ സ്വാധീനിച്ചെന്ന് ആർക്ക് പറയാൻ കഴിയും? ആര് വിശ്വസിക്കും അത്? ഒരാളെ ന്യായീകരിക്കാൻ ഞാൻ പറയില്ല, എനിക്ക് അയാളുടെ PR വർക്കൊന്നുമില്ല. എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നടത്തുമ്പോൾ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കണം, ഈ കൊച്ചു പയ്യന് അത് കഴിയുമോ എന്നുള്ളത്. മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഈ പ്രതി വിദേശത്തേക്ക് കടന്ന ശേഷം അവിടെ ഒരു കൊലക്കേസിൽ ജയിലിൽ കഴിയുകയാണല്ലോ. സഹതടവുകാരനോട് ഇക്കാര്യം പറഞ്ഞതും ജയിലധികൃതര് അവിടുത്തെ ഇന്റർപോളിനെ അറിയിച്ചതും ഇന്റർപോള് ഇന്ത്യയിലെ CBI അറിയിച്ചതും CBI കേരള പോലീസിനെ അറിയിച്ചതും. അങ്ങനെയാണ് വീണ്ടും ഈ കേസ് പൊങ്ങി വരുന്നത്. അന്തർദേശീയ തലത്തിലുള്ള കുറ്റവാളിയായതുകൊണ്ട് ഇന്റർപോൾ ഈ വിഷയം അന്വേഷിച്ചു. ഇന്റർപോളിന്റെ അന്വേഷണത്തിൽ 2 കോടതി ജീവനക്കാരാണ് കുറ്റക്കാര്. ആന്റണി രാജുവിനെ അവിടെ പരാമർശിക്കുന്നേയില്ല. ഇത് 10-16 കൊല്ലം കോടതി കെട്ടിക്കിടന്നു, കേസ് മുന്നോട്ട് പോയില്ല എന്ന് പറയുമ്പോൾ പണ്ട് നടന്ന അന്വേഷണത്തിൽ, ഇന്റർപോൾ നടത്തിയ അന്വേഷണത്തിൽ ഈ കൊച്ചു പയ്യൻ വക്കീല് ഇന്റർപോളിനെ സ്വാധീനിച്ചു എന്നാണോ പറയുന്നത്? അങ്ങനെ ഇന്റർപോളിനെ സ്വാധീനിച്ച് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ മാത്രം ഈ ആന്റണി രാജു എന്താ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നോ? സാമാന്യ ബഹദൂര് നോക്ക് വേണ്ടേ? അപ്പോൾ ഇന്റർപോള് ആന്റണി രാജുവിനെ കുറ്റവിമുക്തനാക്കി. അത് മനസ്സിലായല്ലോ. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് അന്വേഷണം. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ഈ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവന്നു. അന്നൊരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ആന്റണി രാജു പ്രതിസ്ഥാനത്തില്ല. 2 കോടതി ജീവനക്കാരെയാണ് അവിടെയും പ്രതിയാക്കിയിരിക്കുന്നത്. ഈ 3 വിധ അന്വേഷണ സംഘവും കണ്ടെത്തിയതിന് വിരുദ്ധമായി ഇപ്പോഴത്തെ ഈ കോടതി ഒരു കണ്ടെത്തലിലെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തെങ്കിലും ഇത് ഹയർ കോടതിയിൽ, സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ എത്തുമ്പോൾ തള്ളിപ്പോവില്ലേ? ഇതിനേക്കാൾ പ്രമാദമായ എത്രയോ കേസുകൾ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചിട്ട് ആ ശിക്ഷ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും അംഗീകരിക്കുകയും ചെയ്തിട്ട് സുപ്രീം കോടതി പുഷ്പം പോലെ അത് പുറത്തെറിഞ്ഞു കളഞ്ഞിട്ടില്ലേ? എത്രയോ വിധികൾ അങ്ങനെ റദ്ദാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ജൂനിയർ കോടതി വിധിയൊന്നും ഫൈനലായി കണ്ടുകൊണ്ട് ആരും ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നടത്തരുത്. തെറ്റിനെ ഗൗരവം ഞാൻ കുറച്ച് കാണുന്നില്ല. തെറ്റ് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ആന്റണി രാജു ചെയ്തതും തെറ്റ് തന്നെയാണ്. തെറ്റല്ലാതാവുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ചെയ്യിപ്പിച്ചത് ആര് എന്നത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇരയാക്കി വേട്ടയാടുമ്പോൾ വിവരമുള്ളവർ ചോദ്യം ചെയ്യണം. ചാനലുകളിലൂടെയുള്ള ഈ ജനകീയ വിചാരണ കേട്ടപ്പോൾ എനിക്ക് അമർഷം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായ എത്രയോ മന്ത്രിമാരുടെ നേതാക്കന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്. എത്രയോ കോടികൾ കൊള്ള ചെയ്തവർ ഇന്നും മന്ത്രിസഭയിൽ വാഴുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്ര കോടി മാറ്റി? അന്വേഷിക്കുക നിങ്ങൾ. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏതെങ്കിലും അഴിമതി കേസിൽ ഇദ്ദേഹം പ്രതിയായിട്ടുണ്ടോ? ഈ ഒരു സംഭവത്തിൽ തെറ്റുകാരനാണ്, ഓക്കെ, അത് മാറ്റിവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നില്ല അദ്ദേഹം. 60-ലേറെ വയസ്സുള്ള മനുഷ്യന്റെ ഇത്രയും കൊല്ലത്തെ പരസ്യമായ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തി ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ട്? KSRTCക്ക് വേണ്ടി ബസ് വാങ്ങിയപ്പോഴോ പാർട്സ് വാങ്ങിയപ്പോഴോ എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ പറ്റിയെന്ന് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ ബദ്ധശത്രുവല്ലേ ഇദ്ദേഹത്തിന് ശേഷം ട്രാൻസ്പോർട്ട് മന്ത്രിയായത്? ആക്ഷേപിക്കാൻ നാടകീയ ഡയലോഗുകൾ അദ്ദേഹം സിനിമാ നടൻ അടിച്ചുവിട്ടു. എന്തെങ്കിലും ഒരു പിഴത്തുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ വീഴ്ചയെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതെല്ലാം ഗണേഷ് കുമാർ കുത്തിപ്പൊക്കി വഷളാക്കില്ലായിരുന്നോ? സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. ഇദ്ദേഹത്തിന് പെണ്ണു കേസോ തട്ടിപ്പ് കേസോ ഒന്നുമില്ല എന്നിരിക്കെയാണ് അതൊക്കെ ഉള്ളതുപോലെ കാട്ടുകള്ളം വീരപ്പനെ പോലെ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നതെന്ന് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. സീനിയർ വക്കീലന്മാർ ശിക്ഷിക്കപ്പെട്ട കൂടെയാണ് ശിക്ഷിക്കപ്പെട്ടതെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു. അവരിലേക്ക് ആരും വിരൽ ചൂണ്ടാതെ ഈ ഒരൊറ്റ മനുഷ്യനെ മാത്രമേ വേട്ടയാടുന്നതിലെ അജണ്ടയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ചെറുതായതുകൊണ്ട് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നെങ്കിൽ എത്ര പേര് ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടാകുമോ? ഞാൻ ഇദ്ദേഹത്തിന്റെ വക്താവല്ല, പക്ഷേ ന്യായമായിട്ട് ഞാൻ വിലയിരുത്താറുണ്ട്.
കാരണം ഞാനൊരു സുവിശേഷ പ്രസംഗകനാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ഒരാളെയാണ് ഒരു കള്ളനെ വേട്ടയാടുന്നത് പോലെ ഈ രീതിയിൽ വേട്ടയാടുന്നത് എന്നത് വേദനാജനകമാണ്. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥ തെറ്റുകാരനെ ശിക്ഷിക്കപ്പെടണം. കോടതിക്കകത്ത് ഒരു കൃത്രിമം നടത്തിയ ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ആ സംഭവത്തിലെ ഗൂഢാലോചനയിലെ ഇരയെയല്ല ശിക്ഷിക്കേണ്ടത് എന്നൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം, നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ 3 അന്വേഷണ റിപ്പോർട്ടിന്റെ, ഇന്റർപോൾ അന്വേഷണ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസും അതുപോലെ ഹൈക്കോടതി വിജിലൻസ് സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടും AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കും നിയമിച്ച അന്വേഷണ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെയും ഒക്കെ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Okay.